ദേവീ ശരണം അമ്മേ. ഏതാനുമകാലമായി ഞാനുലകിതിൽ ഖലനായി വാണുഭോഗം ശമിപ്പാൻ വീതാതങ്കം നടന്ന രസമതിലുളവാമെന്നു തോന്നും ദശായാം പാദിത്യം തന്നെയെല്ലാം സുദൃഢമിതുവിധം ചിന്തയായി മാലകറ്റാൻ മാതാവേ കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണോരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 28-ാമത്തെ അധ്യായമാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. നാരദൻ താൻ മോഹവലയത്തിൽ, ആ മായയുടെ വലയത്തിൽ പെട്ട കഥയെ ഇവിടെ വ്യാസന് പറഞ്ഞു കൊടുക്കുകയാണ്. വിഷ്ണുവിൻ്റെ കൂടെ ഗരുഡ വാഹനത്തിലേറി വന്നതും കാന്യാകുബ്ജത്തിലുണ്ടായിരുന്ന ഒരു സരസിൽ മുങ്ങിയതും തത്ക്ഷണം സ്ത്രീയായി ഭവിച്ചതും തൻ്റെ പൂർവകാല സ്മരണകളെല്ലാം മറന്നതും യാദൃച്ഛികമായി താലധ്വജൻ എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കണ്ടുമുട്ടിയതും അദ്ദേഹം പെണ്ണായി ഭവിച്ച നാരദൻ്റെ സൗന്ദര്യം കണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ 28-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നിർത്തിയത്. അടുത്തതായിട്ട് പോകുന്നത് 29-ാമത്തെ അധ്യായത്തിൽ നാരദൻ്റെ ഈ മോഹമുക്തി, ഈ മായാമുക്തി എങ്ങനെ നേടി എന്നുള്ളതിനെ ഈ അധ്യായത്തിൽ കാണിച്ചു തരികയാണ്. കഥ തുടർന്നുകൊണ്ട് നാരദൻ പറയണു വ്യാസനോട്, രാജാവായിട്ടുള്ള താലധ്വജൻ ഇപ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരു ഉത്തരവുമില്ല. ഇതേമാതിരി ചതുർത്ഥസ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതം അവസാനം പുരഞ്ജനോപാഖ്യാനം, അതിൽ പുരഞ്ജനൻ അവിടെ ഒരു സ്ത്രീയെ കണ്ട് കൊട്ടാരത്തിൽ, നവമുഖി എന്ന കൊട്ടാരത്തിൽ ചെന്നൊരു സ്ത്രീയെ കാണുന്നതും അവളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുമൊക്കെ വിസ്തരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞ ഉത്തരം മാതിരി തന്നെയാണ് ഇവിടെയും സ്ത്രീയായി ഭവിച്ച നാരദൻ താലധ്വജനോട് പറയണത്. അങ്ങ് ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ അടുത്ത് ഉത്തരമില്ല. എനിക്കറിയില്ല ഞാൻ ആരുടെ പുത്രിയാണ്, എങ്ങനെയാണ് ഇവിടെ വന്നത്, മാതാപിതാക്കന്മാരൊക്കെ ആരാണ്, ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് എന്നെനിക്കറിയില്ല, എവിടേക്കാണ് പോകേണ്ടത് എന്നും എനിക്കറിയില്ല, വിവാഹം കഴിച്ചിട്ടില്ല, ബന്ധുമിത്രാദികളായിട്ട് ആരും തന്നെ എനിക്കില്ല, ഞാനും ഇതാ എന്താ സരസിൽ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ്, എവിടേക്കാണ് പോവുക, എന്താ ചെയ്യുക, ഇതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടാണ് ഞാനിതാ ഈ സരസിലുള്ള താമരപ്പൂക്കളെയും നോക്കിയിട്ട് ചിന്താധീനിയായിട്ട് ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് യാദൃച്ഛികമായിട്ടിതാ അങ്ങിവിടെ വന്നതും എന്നെ കണ്ടതും എല്ലാം. അത് കാരണം എനിക്കിപ്പോൾ ആരുമില്ലാത്തവളാണ് ഞാൻ. അങ്ങ് പറഞ്ഞതനുസരിച്ച് അങ്ങേ വിവാഹം കഴിക്കാൻ എനിക്ക് വിരോധമില്ല, താല്പര്യമാണ് എന്ന് സ്ത്രീവേഷത്തിൽ വന്ന നാരദൻ ഞാനിതാ ആ താലധ്വജൻ എന്ന രാജാവിനോട് പറഞ്ഞു. ഇത് കണ്ട് സന്തുഷ്ടനായിട്ടുള്ള രാജാവ് ഉടൻ തന്നെ സേവകന്മാരെ വിളിച്ച് നല്ല സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പല്ലക്ക് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ആ പല്ലക്കിൽ എന്നെ ഇരുത്തി സേവകന്മാരെല്ലാവരും കൂടി ആ പല്ലക്ക് ചുമന്നുകൊണ്ട് എന്നെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ധാരാളം നല്ല പട്ടുവസ്ത്രങ്ങളെല്ലാം ഉടുപ്പിച്ചു. ഇനിയും ധാരാളം ആഭരണങ്ങളൊക്കെ അണിയിപ്പിച്ച് പൂവൊക്കെ ചൂടി നല്ല ഒരു മുഹൂർത്തത്തിൽ, ആ കൊട്ടാരത്തിൽ വെച്ച് ശുഭമുഹൂർത്തത്തിൽ അഗ്നിസാക്ഷിയായിട്ട് അവിടെ വെച്ച് ആ താലധ്വജൻ എന്ന രാജാവ് എന്നെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ട പത്നിയായിട്ട് ഭവിച്ചു ഞാൻ എന്ന് പറയാണ്. പിന്നീട്
അവർ തമ്മിൽ നടന്നതായിട്ടുള്ള ആ ഗൃഹസ്ഥാദി വൃത്തികളൊക്കെ ഇവിടെ നാരദൻ കുറേ ശ്ലോകങ്ങളിലൂടെ പറയുന്നുണ്ട്. തൽക്കാലം അതൊക്കെ നമുക്ക് ഒഴിച്ചുകൊണ്ട് കഥാഭാഗങ്ങളിലേക്ക് പോകാം. അങ്ങനെ ആ രാജാവുമൊത്ത് ഏതാണ്ട് 12 വർഷം കഴിഞ്ഞ സമയത്ത് ഞാൻ ഗർഭിണിയായി. അതിമനോഹരനായിട്ടുള്ള ഒരു പുത്രൻ എനിക്ക് ജനിച്ചു. പുത്രനെ കണ്ട രാജാവിന് വളരെയധികം സന്തോഷമായി. ആ പുത്രന് വീരവർമ്മൻ എന്ന് പേരിട്ടു. അത് കഴിഞ്ഞ് അധികം താമസിയാതെ കണ്ട അടുത്ത വർഷം വേറൊരു പുത്രനും എനിക്ക് ജനിച്ചു. ആ പുത്രന് സുധന്വൻ എന്നാണ് പേരിട്ടത്. ഇങ്ങനെ ആ രാജാവിനെ പോലെ തന്നെ സുന്ദരന്മാരും ആയിട്ടുള്ള 12 കുട്ടികൾ എനിക്ക് ആ രാജാവിൽ നിന്നും ജനിച്ചു എന്നാണ് ഇവിടെ നാരദൻ പറയണത്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. മക്കളൊക്കെ വലുതായി. മക്കൾക്ക് വിവാഹം കഴിച്ചു. അവർക്ക് ഉണ്ണികളുണ്ടായി. അങ്ങനെ ധാരാളം പേരക്കുട്ടികളൊക്കെ ഉണ്ടായി. അവർക്ക് കുട്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള ആ കുടുംബജീവിതത്തിൽ പല സമയത്തും ഞാൻ സുഖം അനുഭവിച്ചു കൊണ്ടിരുന്നു, സന്തോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നു. അതേമാതിരി ദുഃഖവും അനുഭവിച്ചു കൊണ്ടിരുന്നു. എൻ്റെ കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കോ ബന്ധുക്കൾക്കോ എല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്, അവർക്കെല്ലാം എന്തെങ്കിലും വേദനകൾ അനുഭവപ്പെടുന്ന സമയത്ത്, അവരുടെയൊക്കെ വിയോഗം എപ്പോഴെങ്കിലും നടക്കുന്ന സമയത്ത് ഒക്കെ ഞാനും വളരെ ദുഃഖിതയായി തീരും. ചിലപ്പോൾ എൻ്റെ പുത്രവധുക്കൾ തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള ചണ്ടയുണ്ടാവും. അപ്പോൾ എനിക്ക് ദുഃഖമുണ്ടാവും. ചിലപ്പോൾ മക്കൾ തമ്മിലുള്ള വൈരം, പേരക്കുട്ടികൾ തമ്മിലുള്ള വൈരം, അവർ തമ്മിലുള്ള ചണ്ട, അങ്ങനെ ഇതെല്ലാം എനിക്ക് ദുഃഖങ്ങളും തന്നുകൊണ്ടിരുന്നു. മഹാജ്ഞാനിയൊക്കെ ആയിരുന്നു ഞാൻ എന്നുണ്ടെങ്കിലും എൻ്റെ ആ പൂർവ്വകാലത്തെ ആ നാരദനായിരിക്കും എന്നുള്ള സമയത്തെ ആലോചനകളൊന്നും എനിക്ക് അറിഞ്ഞതേയില്ല. ആ ജ്ഞാനവും പാണ്ഡിത്യവും ശാസ്ത്ര പാണ്ഡിത്യങ്ങളുമെല്ലാം ഒന്നും തന്നെ എനിക്ക് ഉപകാരമായിട്ട് വന്നില്ല. അതൊക്കെ തീരെ നശിച്ചിരുന്നു. സ്ത്രീ എന്ന നിലയിൽ എല്ലാവിധത്തിലും ഞാൻ ഗൃഹകാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ സഹജമായിട്ടുള്ള അസൂയ, അഹങ്കാരം മുതലായിട്ടുള്ളവയും എന്നെ ബാധിച്ചിരുന്നു. ചിലപ്പോൾ ധാരാളം പുത്രന്മാരെല്ലാം പുത്രപൗത്രാദികളൊക്കെയുള്ള ആളാണ്. ധാരാളം ധനം സമ്പത്ത് ഒക്കെയുള്ള രാജ്ഞിയാണ്, രാജാവിൻ്റെ പത്നിയാണ് എന്നുള്ള തരത്തിലുള്ള അഹങ്കാരങ്ങളൊക്കെ എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദുഃഖം, ചിലപ്പോൾ അസൂയ, ചിലപ്പോൾ അഹങ്കാരം, ചിലപ്പോൾ അഭിമാനം, ഇങ്ങനെ ഞാൻ ജീവിച്ചു വരുന്ന സമയത്ത് അധ കച്ചിൽ നൃപ കാമം ദൂരദേശാദിഭോ മഹാൻ അരാദിഭാവമാപന്ന പതിന സഹമാനത. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ദൂരദേശത്തുള്ള ശക്തനായിട്ടുള്ള ഒരു രാജാവ് എൻ്റെ ഭർത്താവുമായിട്ട് ശത്രുതയിലായി. രഥങ്ങൾ, ആനകൾ മുതലായിട്ടുള്ള സൈന്യങ്ങളോട് കൂടിയിട്ട് കാന്യാകുബ്ജത്തിൽ വന്ന് യുദ്ധത്തിനവൻ ഒരുങ്ങി. തൻ്റെ സൈന്യങ്ങളെ കൊണ്ട് ഈ കാന്യാകുബ്ജം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ നഗരത്തെ വളഞ്ഞു. എൻ്റെ പുത്രന്മാരും പൗത്രന്മാരുമെല്ലാം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവരുമായിട്ട് ശത്രുവുമായിട്ട് ഘോരമായി പൊരുതി. എൻ്റെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ യുദ്ധത്തിൽ
അവൻ്റെ സൈന്യങ്ങളൊക്കെ എൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും ഒക്കെ പലരെയും വധിച്ചു. എൻ്റെ ഭർത്താവായിട്ടുള്ള രാജാവ് അങ്ങനെ യുദ്ധത്തിൽ പരാജിതനായി ഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു. ആ യുദ്ധത്തിലെ മക്കളെല്ലാം മരിച്ചു എന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്ന് പറയാണ്. ആ കഥകളെ വീണ്ടും ഇതാ ഇവിടെ തുടർന്നു കൊണ്ടുപോകണു. ഇന്ന് സമയം കഴിഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തി നമുക്ക് ആ ഭാഗങ്ങളെ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.